ശരി, അപ്പോഴേ നമുക്ക് ഇന്ന് നടന്നൊരു എക്സാം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം ഉണ്ടായിരുന്നു. നിങ്ങൾ വാർത്തയൊക്കെ കണ്ടായിരുന്നോ? ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് ആകപ്പാടെ ഒരു വേക്കൻസി ഉള്ള ഒരു NCA കാറ്റഗറിയിൽ വരുന്ന ഒരു എക്സാം ആയിരുന്നു ഇത്. ആ പരീക്ഷയിൽ ഒരാൾ കോപ്പി അടിച്ചു, അവനെ പിടിക്കുകയും ചെയ്തു, അവനെ റിമാൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അറിയാൻ വയ്യ. ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? കോപ്പി അടിച്ചതാ അടിച്ച്. ഇത്തിരി വേക്കൻസി ഉള്ള വല്ല പരീക്ഷയ്ക്കായിരുന്നെങ്കിൽ പിന്നും പറയായിരുന്നു കേട്ടാ. കോപ്പി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഫോൺ കൊണ്ടുപോയി ഫോട്ടോ എടുക്കുന്നു, കൂട്ടുകാരൻ അയച്ചു കൊടുക്കുന്നു, കൂട്ടുകാരൻ ആൻസർ പറഞ്ഞു കൊടുക്കുന്നു. അതായിരുന്നു പരിപാടി. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ ഒരു പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു +2 ലെവൽ എക്സാം ആയിരുന്നെങ്കിൽ കൂടി, +2 ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോഴ്സ് ലെവൽ എക്സാം ആകുമ്പോൾ പോലീസ്, ഫയർമാൻ, ഫയർ വുമൺ, അതുപോലെ തന്നെ എക്സൈസ് ഓഫീസർ, BFO, ഇതെല്ലാം +2 ലെവൽ എക്സാംസ് ആണ്. പക്ഷെ അത്രത്തോളം സാധാരണ ഒരു +2 ലെവൽ എക്സാംസിന്റെ അത്രത്തോളം എന്ത് ചെയ്തിട്ടില്ല, ടൈറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ഓക്കെ, ഫോണ് കണ്ടുകൊണ്ടാണല്ലോ പിടിച്ചത്. ഓക്കെ, എന്തായാലും ആളിപ്പം സ്റ്റേഷനിലുണ്ട്, ഫോർട്ട് സ്റ്റേഷനിലുണ്ട്. ഓക്കെ, മെജോറിറ്റി ക്വസ്റ്റ്യൻസും ബേസ് ആണ്, അതുമല്ല നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വേറെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഐഡിയ? അത് ഏതെങ്കിലും കൂട്ടുകാരന്മാർ, ഈ തലറിഞ്ഞ കൂട്ടുകാരന്മാരുണ്ടല്ലോ, ആരെയും പറഞ്ഞുകൊടുത്ത ഐഡിയ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. ശരി, ചോദ്യങ്ങൾ ചെയ്തു പോവാം. എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞുതരാനുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ അല്ലേ? ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാനും എക്സ്ട്രാ പോയിന്റ്സ് നോക്കി വെക്കാനുമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് ഉത്തരം കമന്റ് ചെയ്തേ. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഓക്കെ, സ്ഥിരം ചോദിക്കുന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അല്ലെ? സ്കൂൾ ടെക്സ്റ്റ് എന്നുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഝാൻസി റാണി ലക്ഷ്മിബായി ശരിയായിട്ടുള്ളതാണ്. കാൺപൂർ നാനാ സാഹിബ് ശരിയായിട്ടുള്ളതാണ്. ഡൽഹി ഫക്ത് ഖാൻ ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ പലർക്കും ചിലപ്പോൾ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഡൽഹി ആയിരിക്കും ഡൗട്ട് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് അവിടെ പ്രശ്നമില്ല, ഒന്നാമത്തതും രണ്ടാമത്തതും എന്നൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഡൽഹി നിങ്ങൾ മെജോറിറ്റി ആൾക്കാരും കേട്ടിരിക്കുന്ന പേര് ഫക്ത് ഖാൻ എന്ന പേര് പഠിച്ചു കാണും. അതോടൊപ്പം ഡൽഹിയിൽ നിങ്ങൾ മറ്റൊരാളുടെ പേര് നിങ്ങൾ പഠിച്ചു കാണും അല്ലെ? ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്ത ബഹദൂർ ഷാ രണ്ടാമൻ, ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെ? ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറിന്റെ പേരും പഠിച്ചു കാണും. അതായത് ഡൽഹിയിൽ നിങ്ങൾ ആ രണ്ടുപേരും പഠിച്ചിരിക്കുക. ഫക്ത് ഖാനും ഉണ്ട്, അതുപോലെ ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ, രണ്ടും ഒരാളാണ്. ജനറൽ ഫക്ത് ഖാനും ഉണ്ട്, ബഹദൂർ ഷാ രണ്ടാമനും അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറും എവിടെ തന്നെയാണ് കുട്ടികളെ? ഡൽഹി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നു. എല്ലാ ജോഡികളും എന്നൊരു ആൻസർ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ഇതൊന്ന് ഉത്തരം കമന്റ് ചെയ്തേ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചുവടെ തന്നിരിക്കുന്ന സമരങ്ങളുടെ ശരിയായ കാലഗണന ഏതെന്നാണ് ചോദ്യം. ശരിയായ കാലഗണന എല്ലാവരും ചെയ്യണേ. നിങ്ങൾ വേറെ ആരുടെ കമന്റ് നോക്കണ്ട, നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക. ഓക്കെ, അഹമ്മദാബാദ് മിൽ സമരം, അഹമ്മദാബാദ് മിൽ സമരം ഏത് വർഷമാണ് നടന്നത്? അഹമ്മദാബാദ് മിൽ സമരം ഏത് വർഷമാണ് നടന്നത് കുട്ടികളെ? അഹമ്മദാബാദ് മിൽ സമരം 1918. 1918. റൗലറ്റ് നിയമവിരുദ്ധ സമരം, റൗലറ്റ് നിയമത്തിനെതിരെ നടന്ന സമരം ഏത് വർഷം? പറഞ്ഞ എല്ലാവരും. റൗലറ്റ് ആക്ടിനെതിരെ നടന്നത് 1919. 1919. ചമ്പാരൻ സമരം 1917 അല്ലേ? 1917. അപ്പൊ മൂന്നാമത്തത് ആദ്യം വരും, ഒന്നാമത്തത് രണ്ടാമത് വരും, രണ്ടാമത്തത് മൂന്നാമത് വരും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഈസി ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ചുമ്മാ ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മുടെ എക്സൈസും പോലീസൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഫിസിക്കലുള്ള എക്സാം ഒക്കെ ഇത്തിരി പരീക്ഷ എളുപ്പമായി കഴിഞ്ഞാൽ അത് കുട്ടികൾ ഗുണമേ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായില്ലേ? പരീക്ഷ എളുപ്പമായെന്നും പറഞ്ഞുകൊണ്ട് ഫിസിക്കലോടും കൂടെ ഉള്ളത് കൊണ്ട് കേട്ടോ പരീക്ഷ എളുപ്പമാവുന്നത് ഗുണമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇതും വലിയ പ്രശ്നമൊന്നും അല്ല, ഒന്ന് അറ്റൻഡ് ചെയ്ത് ഉത്തരം കമന്റ് ചെയ്തേ. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്.
നോക്കാം. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. സ്ഥിര അംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും അടങ്ങിയ ഘടകമാണ് സുരക്ഷാ സമിതി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ. ശരിയാണോ? യെസ് ഓർ നോ? അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകങ്ങൾ 6 എണ്ണമുണ്ട്. 6 ഘടകങ്ങളിൽ സുരക്ഷാ സമിതി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ, അതിൽ സ്ഥിര അംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എങ്കിൽ പറഞ്ഞ എത്ര സ്ഥിര അംഗങ്ങൾ, എത്ര താൽക്കാലിക അംഗങ്ങൾ? എത്ര അംഗങ്ങളാണ് സ്ഥിര അംഗങ്ങൾ, എത്ര അംഗങ്ങളാണ് താൽക്കാലിക അംഗങ്ങൾ? സ്ഥിര അംഗങ്ങൾ എത്ര പേരാ കുട്ടികളെ? സ്ഥിര അംഗങ്ങൾ 5 പേരാണ് കേട്ടോ. പെർമനന്റ് 5 പേര്, പെർമനന്റ് 5 പേരും. ഓക്കെ, നോൺ പെർമനന്റ് 10 പേര് കേട്ടോ. 10 പേര് നോൺ പെർമനന്റ് കേട്ടോ. അതായത് സ്ഥിര അംഗങ്ങളായിട്ട് 5 പേരും താൽക്കാലിക അംഗങ്ങളായിട്ട് 10 പേരും. ഈ താൽക്കാലിക അംഗങ്ങൾക്ക് 2 വർഷമേ ടെന്യൂർ ലഭിക്കത്തുള്ളൂ. 2 വർഷം കൂടുമ്പോൾ താൽക്കാലിക അംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായ? സ്ഥിര അംഗങ്ങൾ എപ്പോഴും അതിലുണ്ടാകും. താൽക്കാലിക അംഗങ്ങൾ 2 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും കുട്ടികളെ? മാറിക്കൊണ്ടിരിക്കും. ആ 5 ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾ അത് പഠിച്ചിരിക്കണം. 5 പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? 5 പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? അതായത് നമ്മുടെ സെക്യൂരിറ്റി കൗൺസില് വീറ്റോ അധികാരമുള്ള 5 പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ് കുട്ടികളെ? USA ഉണ്ട്, അമേരിക്കയുണ്ട്. അമേരിക്ക വീറ്റോ അധികാരമുള്ള പെർമനന്റ് മെമ്പർ ആണ്. റഷ്യ, കറക്റ്റ് ആണ്. റഷ്യ വീറ്റോ അധികാരമുള്ള പെർമനന്റ് മെമ്പർ ആണ്. പിന്നെ ഏതുണ്ട്? ചൈന, കറക്റ്റ് ആണ്. ചൈനയ്ക്ക് പെർമനന്റ് മെമ്പർഷിപ്പ്, വീറ്റോ അധികാരം. പിന്നെ ആരൊക്കെയുണ്ട്? 5 പേരെന്ന് പറഞ്ഞു. ഫ്രാൻസ്, കറക്റ്റ് ആണ്. ഫ്രാൻസ് പെർമനന്റ് മെമ്പർ ആണ്. ഇനി ആരാ ഉള്ള കുട്ടികളെ? UK, യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടൻ. ഓക്കെ, ഈ 5 പേരാണ് നമ്മുടെ സെക്യൂരിറ്റി കൗൺസിലുള്ള സ്ഥിര അംഗങ്ങൾ. ആരൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന 5 പേരാണ്. വളരെ USA, റഷ്യ, ചൈന, ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടൻ. നോട്ട് ചെയ്ത് പഠിക്കുക. സെക്യൂരിറ്റി കൗൺസിലിലെ 5 സ്ഥിരാംഗങ്ങൾ അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, UK. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? അപ്പം ഇത് ശരിയാണ്. 5 സ്ഥിര അംഗങ്ങളും 10 താൽക്കാലിക അംഗങ്ങളും വരുന്നുണ്ട്. താൽക്കാലിക അംഗങ്ങൾക്ക് 2 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും കുട്ടികളെ? അവരുടെ ടെന്യൂർ അവസാനിക്കും. നിലവിൽ ഇന്ത്യ താൽക്കാലിക അംഗം അല്ല. നിലവിൽ പാകിസ്ഥാനൊക്കെ താൽക്കാലിക അംഗമാണ്. ഇന്ത്യ താൽക്കാലിക അംഗം അല്ല കേട്ടോ എപ്പോഴും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. യുനെസ്കോയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. ശരിയോ തെറ്റോ? യുനെസ്കോയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. ശരിയോ തെറ്റോ? തെറ്റാണ്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് അല്ലെ? യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് കേട്ടോ. പാരീസ് ആണ്. അടുത്ത ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ശരിയാണോ? ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അത് ശരിയാണ് അല്ലെ? അത് ശരിയാണ്. ഓക്കെ അല്ലെ? അപ്പം 1ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി. ഓക്കെ, ഈ അന്താരാഷ്ട്ര സംഘടനകളുടെ ആസ്ഥാനങ്ങൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 30ഓളം അന്താരാഷ്ട്ര സംഘടനകളുടെ ആസ്ഥാനം പഠിക്കാൻ പറ്റും കേട്ടോ. അതിൽ ഞാൻ കോഡൊക്കെ വെച്ച് കണക്ഷൻ വെച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞൂടാത്തതുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാ അന്താരാഷ്ട്ര സംഘടനകളെയും പ്രധാനപ്പെട്ട പരീക്ഷയിൽ ചോദിക്കുന്ന എല്ലാ അന്താരാഷ്ട്ര സംഘടനകളിലെ ആസ്ഥാനം പഠിക്കാൻ പറ്റും. ഓക്കെ, യൂട്യൂബിലുണ്ട് കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് ഉത്തരം കമന്റ് ചെയ്തേ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതാണെന്നാണ് ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, നീൽദർപ്പൺ അല്ലെങ്കിൽ നീലദർപ്പൺ, ദീനബന്ധു മിത്ര. ശരിയാണോ തെറ്റാണോ? നീൽദർപ്പൺ എന്ന് പറയുന്ന നാടകം ബംഗാളിലെ നീലം കർഷകരുടെ ബുദ്ധിമുട്ടുകൾ വിളിച്ചറിയിച്ച നാടകം നീൽദർപ്പൺ, ദീനബന്ധു മിത്ര. ശരിയാണ്. രംഗഭൂമി രവീന്ദ്രനാഥ ടാഗോർ എന്നാണ് പറയുന്നത്. രംഗഭൂമി എന്ന് പറയുന്ന കൃതി ആരാണ് എഴുതിയത്? രംഗഭൂമി പ്രേംചന്ദ് ആണല്ലേ? പ്രേംചന്ദിന്റെ കൃതിയാണ് രംഗഭൂമി. പ്രേംചന്ദ് അല്ലേ? പ്രേംചന്ദിന്റെ കൃതിയാണ് രംഗഭൂമി. ഓക്കെ, അടുത്ത് ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി. അത് ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും.
വന്ദേമാതരം ഉൾപ്പെടുന്ന ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നാമത്തതും മൂന്നാമത്തതും മാത്രമേ ശരിയായിട്ടുള്ളൂ. ഓപ്ഷൻ ബി ആണ് ഒന്നാമത്തത് മൂന്നാമത്തത്. ഓക്കെ അല്ലേ? ഈ നീൽ ദർപ്പൺ എന്ന് പറയുന്ന ദീനബന്ധു മിത്രയുടെ നാടകത്തെ കുറിച്ച് മറ്റൊരു ചോദ്യം PSC ചോദിക്കാറുണ്ട്. ഈ നീൽ ദർപ്പൺ എന്ന് പറയുന്ന ദീനബന്ധു മിത്രയുടെ നാടകത്തെ ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിനൊരു ഒരു പ്രശസ്തി കിട്ടുന്നതിന് കണക്ക് അതിനെ പ്രചരിപ്പിച്ചൊരു സംഘടനയുണ്ട്. അത് ഏത് സംഘടനയാണ് കുട്ടികളെ? ദീനബന്ധു മിത്രയുടെ നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകത്തെ അതിനൊരു പ്രശസ്തി ലഭിക്കുന്ന വിധം ഇന്ത്യയിലുടനീളം പ്രചരിപ്പിച്ചൊരു സംഘടനയുണ്ട്. ഏതാണ് ആ സംഘടന? SCERTയിൽ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ടും ഓൾഡ് SCERTയിലും NCERTയിലും എല്ലാം അത് പറയുന്നുണ്ട്. ഏതാണ് ആ സംഘടന? ദീനബന്ധു മിത്രയുടെ നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം INC അല്ല, അത് ഇന്ത്യൻ അസോസിയേഷൻ ആണ് കേട്ടോ. ഇന്ത്യൻ അസോസിയേഷൻ ആണ് കേട്ടോ. ഇന്ത്യൻ അസോസിയേഷൻ. ഈ ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരെന്ന് നിങ്ങൾക്ക് അറിയാം? ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി അല്ലെ? സുരേന്ദ്രനാഥ ബാനർജിയുടെ ഇന്ത്യൻ അസോസിയേഷൻ ആണ് ഈ പറയുന്ന ദീനബന്ധു മിത്രയുടെ നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകത്തെ എന്ത് ചെയ്തത്? ഇന്ത്യയില് പല സ്ഥലങ്ങളിലും അത് പ്രദർശിപ്പിച്ചതും ഇന്ത്യയിൽ പ്രശസ്തി നേടിക്കൊടുത്തതും ഈ പറയുന്ന ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടനയാണ്. അത് സ്കൂൾ ടെക്സ്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട്. PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം കമന്റ് ചെയ്തേ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദ്യം. എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. ശരിയായിട്ടുള്ള പ്രസ്താവന. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന നിയമത്തിലെ സെക്ഷൻ ഏതാണ്? ഏത് സെക്ഷനിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്? ഏത് സെക്ഷനിലാണ് കുട്ടികളെ? എല്ലാവർക്കും അറിയായിരിക്കും ഏത് സെക്ഷനിലാണ്. സെക്ഷൻ 12ലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 12ലാണ്. ഓക്കെ അല്ലേ? ഏത് സെക്ഷനിലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്? ഏത് സെക്ഷനിലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ? അറിയാന്നുള്ള എല്ലാവരും കമന്റ് ചെയ്തേ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സെക്ഷൻ 15 അല്ലെ? സെക്ഷൻ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സെക്ഷൻ 15 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഓക്കെ. അടുത്ത രാജ്കുമാർ ഗോയൽ ആണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. എസ് ഓർ നോ? നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ ആണോ? ആണ്. അദ്ദേഹം എത്രാമത്തെ ആളാ? ഇന്ത്യയുടെ എത്രാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് രാജ്കുമാർ ഗോയൽ? എത്രാമത്തെ? കറക്റ്റ് ആണ്. 13ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ്. 13ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് രാജ്കുമാർ ഗോയൽ. ഓക്കെ അല്ലേ? ഇനി പ്രധാനമന്ത്രിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണോ? പ്രധാനമന്ത്രിയാണോ കുട്ടികളെ? അല്ല. ഓക്കെ. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് സ്വീകരിക്കുന്നതും രാജിക്കത്ത് സ്വീകരിക്കുന്നതും എല്ലാം ആരാണ്? രാഷ്ട്രപതിയാണ്. നിയമനം, നീക്കം ചെയ്യൽ, രാജിക്കത്ത് എല്ലാം ആരാണ്? രാഷ്ട്രപതിയാണ്. സംസ്ഥാനത്താണെങ്കിൽ നിയമനം, നീക്കം ചെയ്യൽ, രാജിക്കത്ത് ഗവർണർ. സംസ്ഥാനത്താണെങ്കിൽ നിയമനം, നീക്കം ചെയ്യൽ, രാജിക്കത്ത് ഗവർണർ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 1ാമത്തെയും 2ാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരുന്നു. ഓക്കെ, ഇതെല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? ഒന്ന് ഉത്തരം കമന്റ് ചെയ്ത് എല്ലാവരും, നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന എല്ലാവരും കമന്റ് ചെയ്യണേ. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഈഴവ മെമ്മോറിയൽ ഏത് വർഷമാ കുട്ടികളെ? നിങ്ങളുടെ ഈഴവ മെമ്മോറിയൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് 1ാം ഈഴവ മെമ്മോറിയൽ ആയിരിക്കും.
അത് 1896 ഈഴവ മെമ്മോറിയൽ എന്നോ ഒന്നാം ഈഴവ മെമ്മോറിയൽ എന്നോ ചോദിച്ചാൽ വർഷം 1896. രണ്ടാം ഈഴവ മെമ്മോറിയൽ ചോദിച്ചാൽ പറഞ്ഞേ, രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900. അടുത്ത നിവർത്തന പ്രക്ഷോഭം ഏത് വർഷമാ? നിവർത്തന പ്രക്ഷോഭം ഏത് വർഷമാ കുട്ടികളെ? നിവർത്തന പ്രക്ഷോഭം 1932. നിവർത്തന പ്രക്ഷോഭം 1932. ഓക്കെ. മലയാളി മെമ്മോറിയൽ ഏത് വർഷം? മലയാളി മെമ്മോറിയൽ ഏത് വർഷം? മലയാളി മെമ്മോറിയൽ എല്ലാവർക്കും അറിയാം 1891 അല്ലേ? മലയാളി മെമ്മോറിയൽ 1891. ഈഴവ മെമ്മോറിയൽ 1896. നിവർത്തന പ്രക്ഷോഭം 1932. മലയാളി മെമ്മോറിയൽ 1891. അപ്പൊ ഇതിൽ ആദ്യം വരുന്നത് 3 ആദ്യം വരുന്നത്. 1 രണ്ടാമത് വരും, 2 മൂന്നാമത് വരും. അപ്പൊ 3, 1, 2 ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലെ? 3, 1, 2. ഓക്കെ, കൊള്ളാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഇപ്പൊ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പകൽ സമയത്ത് കാറ്റ്, ഉത്തരം ചെയ്തേ, നിങ്ങൾ ചെയ്തോ? പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഡാഷ് എന്ന് വിളിക്കുന്നു. ഞാൻ ഒരുപാട് തവണ പറയുന്ന ഒരു കാര്യമാണ്. കാറ്റ് എവിടെ നിന്ന് വീശുന്നോ അതാണ് അതിന്റെ പേര്. കാറ്റ് എവിടെന്നാണോ വീശുന്നത് അതാണ് അതിന്റെ പേര്. അപ്പം കടലിൽ നിന്ന് വീശുന്നുവെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു കുട്ടികളെ? കടൽക്കാറ്റ് എന്ന് വിളിക്കുന്നു. പർവ്വതത്തിൽ നിന്ന് വീശുന്നുവെങ്കിൽ പർവ്വതക്കാറ്റ് എന്ന് വിളിക്കുന്നു. താഴ്വരയിൽ നിന്ന് വീശുന്നുവെങ്കിൽ താഴ്വരക്കാറ്റ് എന്ന് വിളിക്കുന്നു. കരയിൽ നിന്ന് വീശുന്നുവെങ്കിൽ കരക്കാറ്റെന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? അത് കുഴപ്പമില്ല, അത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇപ്പൊ സ്ഥിരം ഇത് ചോദിക്കുന്നുണ്ട്. അടുത്ത സഹ്യാദ്രിയിലെ മഹാബലേശ്വരനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ഇതും സ്ഥിരം ചോദ്യമാണ്. ഇപ്പൊ PSC സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി കൃഷ്ണ നദിയാണ് അല്ലെ? കൃഷ്ണ നദി. മഹാബലവാനായിട്ടുള്ള കൃഷ്ണൻ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മഹാബലേശ്വരന് അടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി എഴുന്നിട്ട് കഴിഞ്ഞാല് അത് കൃഷ്ണ നദിയാണ്. അപ്പൊ ഈ ചെയ്തു വന്ന ഇത്രയും ക്വസ്റ്റ്യൻസിലൊന്നും പ്രശ്നമൊന്നുമില്ല. സ്ഥിരം ചോദ്യങ്ങളും ബേസിക് ചോദ്യങ്ങളുമാണ്. അടുത്തൊരു നല്ലൊരു ക്വസ്റ്റ്യൻ വന്നത് ഇവിടെയാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? ഇത് ന്യൂ SCERT ക്വസ്റ്റ്യൻ ആണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ചെയ്തേ. ആർക്കെങ്കിലും? ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേര്. അതിന്റെ പേര് അറ്റോൾ എന്നാണ്. എന്താണ്? അറ്റോൾ എന്നാണ്. അറ്റോൾ ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേര് അറ്റോൾ എന്നാണ്. നമ്മുടെ ലക്ഷദ്വീപ് ഒരു അറ്റോളിന് ഉദാഹരണമാണ്. ലക്ഷദ്വീപ് അറ്റോളിന് ഉദാഹരണമാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് പഠിച്ചോണം. കാരണം ഇത്രയും തന്നെ ചെയ്തു വന്നതിൽ ഒരാൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഈ ക്വസ്റ്റ്യൻ ശരിയാക്കുമ്പോഴാണ്. ബാക്കി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരാണ് അറ്റോൾ. ഇനി ഇത് മറക്കരുത്. ഇനി ഈ സാധനം ചോദ്യം വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യണം. അടുത്ത ഇത് വലിയ കുഴപ്പമില്ല. പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. SCERT തന്നെയാണ്. ഒന്ന് അറ്റൻഡ് ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 10 ഒന്ന് അറ്റൻഡ് ചെയ്തേ. അറിയാവുന്ന എല്ലാവരും അറ്റൻഡ് ചെയ്യണം കേട്ടോ. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതെന്നാണ് ചോദ്യം. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖലയുടെ പേര് ഭാബർ എന്നാണ്. ഭാബർ അതായത് നമ്മുടെ ശിവാലിക്കിന് താഴെ, നമുക്കറിയാം ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇതാണ് നമ്മുടെ ഹിമാലയത്തിന്റെ ആ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം അതിന് താഴെയായിട്ട് നമുക്ക് വീണ്ടും 3 ഭാഗങ്ങൾ വരുന്നുണ്ട്. വടക്കൻ സമതലങ്ങളുടെ ഭാഗമായിട്ടുള്ള ഭാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ അല്ലെ?
ഭാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ. നമുക്കറിയാം ഇതിൽ നിന്ന് ഈ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികളെല്ലാം ഈ പറയുന്ന ഭാബർ മേഖലയിൽ അപ്രത്യക്ഷമാകും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ ഭാബർ മേഖലയിൽ കൂടുതലും എന്താണ് കുട്ടികളെ, ഉരുളൻ കല്ലുകളാണ് അല്ലെ, ഉരുളൻ കല്ലുകൾ, പെബിൾസ്, ഉരുളൻ കല്ലുകൾ അല്ലെങ്കിൽ പെബിൾസ് നിറഞ്ഞ മേഖലയാണ് ഏതെന്ന് പറയുന്നത്, ഭാബർ എന്ന് പറയുന്നത്. ആ പെബിൾസ് അല്ലെങ്കിൽ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് നദികൾ അപ്രത്യക്ഷമാകും. നദികൾ അപ്രത്യക്ഷമായതിനു ശേഷം ആ നദികൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ചതുപ്പ് നിറഞ്ഞ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, ഭാബറിൽ അപ്രത്യക്ഷമാകുന്ന, അരുവികൾ അപ്രത്യക്ഷമാകുന്ന ആ ഭാഗത്തു നിന്നും നദികൾ വീണ്ടും പുനർജനിക്കുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്ന ചതുപ്പ് നിറഞ്ഞ ഭാഗമാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ, ടെറായി. അപ്പം ഭാബറിൽ നദികൾ അപ്രത്യക്ഷമാകും, ടെറായിൽ എന്ത് ചെയ്യും കുട്ടികളെ, നദികൾ പ്രത്യക്ഷപ്പെടും. ഓക്കെ അല്ലേ? അതിന് താഴെയുള്ള ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. അവിടെ നിങ്ങൾക്ക് രണ്ട് ചോദ്യം സ്ഥിരമായി വരാറുണ്ട്. പഴയ എക്കൽ, പഴയ എക്കൽ, പഴയ എക്കൽ സമതലം, പുതിയ എക്കൽ സമതലം. പഴയ എക്കൽ സമതലവും പുതിയ എക്കൽ സമതലവും. പഴയ എക്കൽ സമതലത്തിന്റെ പേരെന്താ? പഴയ എക്കൽ സമതലത്തിന്റെ പേരെന്താ കുട്ടികളെ? അല്ലെങ്കിൽ പഴയ എക്കൽ നിക്ഷേപത്തിന്റെ പേരെന്താ? പഴയ സാധനങ്ങളിൽ ഫംഗസ് പിടിക്കുമെന്ന് ഓർത്താൽ മതി. പഴയ സാധനങ്ങളിൽ ഫംഗസ് പിടിക്കുമെന്ന് ഓർത്താൽ മതി. പഴയതിന്റെ പേര് ഭങ്കർ എന്നും, പഴയതിന്റെ പേര് ഭങ്കർ എന്നും. പുതിയ ഖദർ ഷർട്ട് എന്ന് ഓർത്താൽ മതി. പുതിയതിന്റെ പേര് ഖാദർ എന്നുമാണ് അല്ലെ. പഴയതിന്റെ പേര് ഭങ്കർ, പുതിയതിന്റെ പേര് ഖാദർ. പഴയതിന്റെ പേര് ഭങ്കർ, പുതിയതിന്റെ പേര് ഖാദർ. പഴയ സാധനങ്ങളിൽ ഫംഗസ് പിടിക്കുമെന്ന് ഓർക്കുക, പുതിയ എക്കൽ ഷർട്ട് എന്ന് ഓർക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു സാധനമാണ് ഭാബർ, ടെറായി, ഈ എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്ന ഈ ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏതെന്നാണ് ചോദ്യം. പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് പോയേ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗമാണ് ഏത് കുട്ടികളെ? നീലഗിരി. നീലഗിരി. 2023 55 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആര്? ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 55-മത്തതാണ്. നമ്പർ പഠിച്ചോണേ. 55-മത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ. മോഹൻലാൽ 55 മോഹൻലാൽ. മോഹൻലാലിന് കിട്ടിയതിനു ശേഷവും നിങ്ങൾക്ക് 54-മത്തത് ആർക്ക് കിട്ടിയെന്ന് പരീക്ഷയിൽ ചോദിച്ചു. അതായത് മോഹൻലാലിന് കിട്ടിയതിനു ശേഷവും 54-മത്തെ പുരസ്കാരം ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചു. അതൊന്ന് ഉറപ്പിച്ചു പോവുകയാണ്. 54-മത്തെ പുരസ്കാരം കിട്ടിയത് മിഥുൻ ചക്രവർത്തി. മിഥുൻ ചക്രവർത്തി. 54-മത്തെ പുരസ്കാരം മിഥുൻ ചക്രവർത്തി. 2022 54-മത്തെ പുരസ്കാരം മിഥുൻ ചക്രവർത്തി. 53-മത്തതോടൊന്ന് പറഞ്ഞേ. 53-മത്തെ പുരസ്കാരം, 53-മത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. 53-മത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കറക്റ്റാണ് അനു. വഹീദ റഹ്മാൻ. വഹീദ റഹ്മാൻ. നോട്ട് ചെയ്ത് വെച്ചോണേ. 53 വഹീദ റഹ്മാൻ, 54 മിഥുൻ ചക്രവർത്തി, 55 മോഹൻലാൽ. മോഹൻലാൽ ലഭിച്ചത് 2023 പുരസ്കാരം, പക്ഷെ അത് 55-മത്തെ പുരസ്കാരം. 54 2022 മിഥുൻ ചക്രവർത്തി, 53 2021 വഹീദ റഹ്മാൻ. വഹീദ റഹ്മാൻ കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. സാറിന് 8 മണി വരെ. 8 മണി കഴിഞ്ഞ ക്വസ്റ്റ്യൻ കൊടുത്തോ. നോക്കിയോ. നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2015 ഏപ്രിൽ 1 സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് തെറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ട കുട്ടികളെ? 2015 ജനുവരി 1 സ്ഥാപിക്കപ്പെട്ടത് അല്ലേ? 2015 ജനുവരി 1 സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. ചെയർമാൻ പ്രധാനമന്ത്രി, അത് ശരിയാണ്. ആസൂത്രണ കമ്മീഷന് പകരമായത്, അതും ശരിയാണ്. സഹകരണ ഫെഡറലിസം, കോപ്പറേറ്റീവ് ഫെഡറലിസം മുഖ്യ ലക്ഷ്യം, അതും ശരിയാണ്. ഓക്കെ, അപ്പം ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ്. 1 ശരിയല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഈ പറഞ്ഞ കണക്ക് ചെയ്തു വരുമ്പോൾ വീണ്ടും ഒന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ചൊന്ന് ആലോചിക്കേണ്ടി വരും. എന്നാൽ അത്ര ബുദ്ധിമുട്ടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഒന്ന് അറ്റൻഡ് ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 14 ഒന്ന് അറ്റൻഡ് ചെയ്തേ എല്ലാവരും. ക്വസ്റ്റ്യൻ നമ്പർ 14.
കുട്ടികളെ, നവരത്ന, മിനിരത്ന എന്നീ വാക്കുകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതില് സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മുടെ 1991 ന്യൂ എക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് അതിലറിയാം, അതിൽ തന്നെ സ്വകാര്യവൽക്കരണമുണ്ട്, ഉദാരവൽക്കരണമുണ്ട്, ആഗോളവൽക്കരണമുണ്ട്. അതിലേതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടുകഴിഞ്ഞാൽ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നവരത്ന പദവിയും മിനിരത്ന പദവിയും സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ 1ഉം 3ഉമായി. ഇനിയുള്ളത് നമുക്ക് 1ഉം 3ഉം ഒരു ഓപ്ഷൻ ഇല്ല. ഇനിയുള്ളത് 2ഉം 4ഉം കൂടെ നമുക്ക് നോക്കിയേ പറ്റുള്ളൂ. കയറ്റുമതി മേഖലയും പറയുന്നുണ്ട്, വ്യവസായ മേഖലയും പറയുന്നുണ്ട്. വളരെ വ്യവസായ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് നവരത്ന പദവി, മിനിരത്ന പദവി നൽകുന്നതിലൂടെ അവർക്കുള്ള അധികാരങ്ങൾ, അതായത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഇപ്പം ഒരു പദവി ലഭിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നവരത്ന പദവിയോ മിനിരത്ന പദവിയോ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് മേലുള്ള സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ കുറയുകയും അവർക്ക് കൂടുതൽ ഫ്രീഡത്തോടെ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അത് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ വ്യവസായ മേഖലയിൽ നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് നവരത്ന, മിനിരത്ന എന്ന് പറയുന്നത്. അപ്പം 1, 3, 4 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1, 3, 4 ഓപ്ഷൻ ഡി ആണ് ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇന്ത്യൻ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ഥാപനങ്ങൾ ചോദിക്കും, മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ്. ക്വസ്റ്റ്യൻ ചെയ്തേ, അറ്റൻഡ് ചെയ്തേ. എല്ലാവരും അറ്റൻഡ് ചെയ്തേ. നോക്കിയോ കുട്ടികളെ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിതമായത് എന്നാണ് ചോദ്യം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിതമായത് 1988 ഏപ്രിൽ മാസം 12-നാണ്. 1988 ഏപ്രിൽ മാസം 12-നാണ്. സെബിയുടെ ആസ്ഥാനം നിങ്ങളടുത്ത് ചോദിക്കുകയാണെങ്കിൽ സെബിയുടെ ആസ്ഥാനം നിങ്ങൾ എവിടെയാണ് പറയേണ്ടത്? സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണോ, ഡൽഹിയാണോ, ബാംഗ്ലൂരാണോ, ഹൈദരാബാദാണോ? ഇതൊന്നുമല്ല. സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണ്. സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി വേറൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. സെബി ആക്ട് ഏത് വർഷമെന്നോ, സെബി എന്ന സ്ഥാപനത്തിന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത് എപ്പോഴെന്നോ ചോദിക്കുകയാണെങ്കിൽ, സെബി ആക്ട് ഏത് വർഷമെന്നോ സെബി എന്ന സ്ഥാപനത്തിന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത് എപ്പോഴെന്നോ ചോദിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പറയേണ്ടത് 1992 ആണ്. രണ്ടും 2 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം സെബി സ്ഥാപിതമായത് എപ്പോഴെന്നാണ്. 1988 ഏപ്രിൽ മാസം 12-നാണ് സെബി സ്ഥാപിതമാകുന്നത്. എന്നാൽ സെബി ആക്ട് ഏത് വർഷമെന്ന് കേൾക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ സെബി സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത് എപ്പോഴെന്ന് ചോദിക്കുകയാണെങ്കിൽ 1992 മുംബൈയാണ് സെബിയുടെ ആസ്ഥാനം. ഇനി എന്തിനാണ് സെബി എന്ന് കേട്ട് കഴിഞ്ഞാല് വളരെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിയന്ത്രിക്കുക, അതുപോലെ തന്നെ നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് മാർക്കറ്റ് അത് നിയന്ത്രിക്കുക, അതുപോലെ തന്നെ നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. പഠിച്ചോണം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് എന്ന് പറയുന്നത് സെബി എന്ന് പറയുന്നത്. സെബിയുടെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിക്കാറുണ്ട്. നിലവിലെ സെബി ചെയർമാൻ ആരാ കുട്ടികളെ? നിലവിലെ സെബി ചെയർമാൻ ആരാണ്? ആർക്ക് പറയാം? തുഹിൻ കാന്ത് പാണ്ഡെ. നിലവിലെ സെബി ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ തുഹിൻ കാന്ത് പാണ്ഡെയാണ് നിലവിലെ സെബി ചെയർമാൻ. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല. ഇത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഡേറ്റ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? ഇത് PYQലൊക്കെ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ സെബിയൊക്കെ. അടുത്ത്, ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണെന്നാണ് ചോദ്യം. ഒന്ന് അറ്റൻഡ് ചെയ്തേ. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരെന്നാണ്? നോർമൻ ബോർലോഗ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ബന്ധമുണ്ട്. MS സ്വാമിനാഥൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, അദ്ദേഹത്തിനും ബന്ധമുണ്ട്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ, ബന്ധമുണ്ട്. വില്യം ഗൗഡ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹരിത വിപ്ലവവുമായി വില്യം ഗൗഡ് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു?
ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡാണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡാണ്. ഡോക്ടർ രാജാറാം, അദ്ദേഹം ഒരു ഗോതമ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കൃഷി ശാസ്ത്രജ്ഞനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഹരിത വിപ്ലവവുമായി ബന്ധമില്ല. അപ്പൊ ബന്ധമില്ലാത്ത ഡോക്ടർ രാജാറാമിനാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? കുട്ടികളെ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ, ആ ഒരു വ്യക്തിയുടെ പേരും കൂടെ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഹരിത വിപ്ലവത്തിന്റെ നായകൻ ആര് എന്ന് ചോദിച്ചാൽ ആരാ കുട്ടികളെ? MP സിംഗ് ആണ് കേട്ടോ. MP സിംഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ നായകൻ. MP സിംഗ് ആണ്. ഇനി ഹരിത വിപ്ലവ സമയത്ത് കൃഷി വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിക്കാറുണ്ട്. ആ ഒരു വ്യക്തിയുടെ പേരും കൂടെ നിങ്ങൾ ഈ കൂട്ടത്തിൽ പഠിച്ചോണം. ആരാ കുട്ടികളെ? ആരാണ്? സി സുബ്രഹ്മണ്യം. ചിദംബരം സുബ്രഹ്മണ്യം. സി സുബ്രഹ്മണ്യം അല്ലെങ്കിൽ ചിദംബരം സുബ്രഹ്മണ്യമാണ് കേട്ടോ. സി സുബ്രഹ്മണ്യം അല്ലെങ്കിൽ ചിദംബരം സുബ്രഹ്മണ്യമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവർക്കൊക്കെ ഹരിത വിപ്ലവമായിട്ട് ബന്ധമുണ്ട്. അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ബുദ്ധിമുട്ടിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് GDP-യുടെ എത്ര ശതമാനമാണെന്നാണ് ചോദ്യം. 2025-26 അറിയോ ആർക്കെങ്കിലും? 2025-26 പറയണം, ശ്രദ്ധിച്ച് കേട്ടോണം. 2025-26 ഫിസ്ക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ധനക്കമ്മി 4.4 കേട്ടോ. 4.4 2025-26 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഫിസ്ക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ധനക്കമ്മി, ടാർഗറ്റഡ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.4 ആണ്. ഓക്കെ അല്ലേ? ഇനി റവന്യൂ ഡെഫിസിറ്റ് അല്ലെങ്കിൽ റവന്യൂ കമ്മി എത്രയെന്നറിയോ കുട്ടികളെ? റവന്യൂ കമ്മി 2025-26 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ റവന്യൂ ഡെഫിസിറ്റ് എത്രയെന്നറിയോ? റവന്യൂ ഡെഫിസിറ്റ് എത്രയെന്ന് കേട്ടാൽ 1.5%. GDP-യുടെ 1.5%. ഓക്കെ, ക്ലിയർ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് 2025-26 ബഡ്ജറ്റിലാണെങ്കിൽ 4.4%, റവന്യൂ ഡെഫിസിറ്റ് ആണെങ്കിൽ GDP-യുടെ 1.5%. ഓക്കെ, ഇനി 2026-27 ബഡ്ജറ്റ്, അതായത് ഈ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റ്, അതിൽ പ്രഖ്യാപിച്ച ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ, ധനക്കമ്മി എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ 4.3%. എന്താണ് ഇതൊക്കെ? ഞാൻ പിന്നീട് മുന്നോട്ട് പറഞ്ഞുതരാം കേട്ടോ. എന്താണ് ധനക്കമ്മി, എന്താണ് റവന്യൂ കമ്മി എന്നുള്ള കാര്യം ഇപ്പൊ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. 2026-27 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഫിസ്ക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ധനക്കമ്മി 4.3%, റവന്യൂ ഡെഫിസിറ്റ് അല്ലെങ്കിൽ റവന്യൂ കമ്മി എത്ര നേട്ടി കഴിഞ്ഞാൽ 1.5% തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണേ? അപ്പൊ നമ്മൾ ലാസ്റ്റ് 2 ബജറ്റാ പറഞ്ഞേ. അതായത് 2025-26 ആണെങ്കിൽ ധനക്കമ്മി 4.4, റവന്യൂ റവന്യൂ കമ്മി 1.5. ഇനി 2026-27 ലേറ്റസ്റ്റ് ബഡ്ജറ്റ് ആണെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.3, അതായത് ധനക്കമ്മി 4.3-ഉം റവന്യൂ കമ്മി അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റിന്റെ വ്യത്യാസമല്ല 1.5-ഉമാണ്. 1.5-ഉമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 4.4 ആൻസർ വരും. ഓക്കെ, ഒരു തെറ്റൊക്കെ ആർക്കും പറ്റൂടെ? ഷമീർ നിങ്ങൾ ക്ഷമിച്ച് കളാ. ഓക്കെ, ശരി. ഓക്കെ, അത് മനസ്സിലായല്ലോ. നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തൊരു അത് ഒരു നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എഴുതാൻ പറ്റത്തുള്ളൂ. നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആണ്, കറക്കി കുത്താനൊന്നും വഴിയില്ല. എങ്ങനെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നവരിൽ ശരിയെന്നാണ് ചോദ്യം. ഓക്കെ, നോക്കിയ കുട്ടികളെ,
കിരീടം നേടിയത് ഇന്ത്യയാണ്, ശരിയോ തെറ്റോ? കിരീടം നേടിയത് ഇന്ത്യയാണ്, ശരിയോ തെറ്റോ കുട്ടികളെ പറഞ്ഞേ? ഇന്ത്യയാണ് 2025 നടന്ന ICC ലോകകപ്പിൽ, വനിതാ ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യ ആകുമ്പോൾ ആരെ പരാജയപ്പെടുത്തി എന്നുകൂടെ പഠിക്കണം. ഇന്ത്യ ആരെ പരാജയപ്പെടുത്തി വനിതാ ലോകകപ്പ്? സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി അല്ലേ? സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി. ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഗതികിട്ട് നടക്കുന്ന സൗത്ത് ആഫ്രിക്കയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത് പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 എന്ന് പറയുന്നുണ്ട്. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ആണോ? 9 ആണോ 8 ആണോ? പറ കുട്ടികളെ. തെറ്റാണ്. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 8 ആണ്. 8 ടീമുകളാണ് പങ്കെടുത്തത്. 8 ടീമുകളാണ് പങ്കെടുത്തത്. നമുക്ക് അത് വെച്ചിട്ട് വേണമെങ്കിൽ ആൻസർ എടുക്കാം. അതായത് നമുക്ക് എ വെട്ടിക്കളയാം, ബി വെട്ടിക്കളയാം, ഡി വെട്ടിക്കളയാം. ഇവിടെ സി ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ട്. 1, 3, 1, 3, 4 ആണ് വരുന്നത്. 1, 3, 4 ആണ് വരുന്നത്. ക്ലിയർ ആണ്. അതായത് പങ്കെടുത്ത ടീമുകളുടെ എണ്ണം എത്രയെന്ന് കേട്ട് കഴിഞ്ഞാൽ, പങ്കെടുത്ത ടീമുകളുടെ എണ്ണം എത്രയെന്ന് കേട്ട് കഴിഞ്ഞാൽ 8 ആണ്. 8 ആണ് വരുന്നത്. 8. ഓക്കെ. വേദി ഒന്ന് പറഞ്ഞേ. വേദി ഒന്ന് പറയാമോ? വേദി പറഞ്ഞേ. മോസ്റ്റ് വിക്കറ്റ് ഞാൻ പറയാം. വേദി വേദി വരുന്നത് ഇന്ത്യ ശ്രീലങ്ക. വേദി വരുന്നത് ഇന്ത്യ ശ്രീലങ്ക. ക്ലിയർ ആണല്ലോ? ശരി. ഇനി ഏറ്റവും കൂടുതൽ തവണ വനിതാ ലോകകപ്പ് നേടിയിട്ടുള്ള ടീം ഏത് തന്നെയാണ്? പറഞ്ഞേ. ഏറ്റവും കൂടുതൽ തവണ വനിതാ ലോകകപ്പ് നേടിയിട്ടുള്ള ടീം ഏത് തന്നെയാണ് കുട്ടികളെ? ഓസ്ട്രേലിയ തന്നെയാണ്. ഏറ്റവും കൂടുതൽ തവണ വനിതാ ലോകകപ്പ് നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയ തന്നെയാണ്. ഓക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ തവണ പുരുഷ ലോകകപ്പ് നേടിയിട്ടുള്ളത് ആരാ? ഏറ്റവും കൂടുതൽ തവണ പുരുഷ ലോകകപ്പ് നേടിയിട്ടുള്ളത് ആരാ? പുരുഷ ലോകകപ്പ് ഏറ്റവും കൂടുതൽ തവണ പുരുഷ ലോകകപ്പ് നേടിയിട്ടുള്ളത് ആരാ കുട്ടികളെ? അത് ഓസ്ട്രേലിയ. വനിതാ ലോകകപ്പ് എന്ന് ചോദിച്ചാലോ പുരുഷ ലോകകപ്പ് എന്ന് ചോദിച്ചാലോ ആര് തന്നെയാണ്? ഓസ്ട്രേലിയ തന്നെയാണ്. ഇനി നിങ്ങൾ 3 ചോദ്യങ്ങൾ മനസ്സിലാക്കിക്കോണം. പരമ്പരയിലെ താരം, അതായത് സീരീസിലെ താരം ആരാണ് കുട്ടികളെ? പരമ്പരയിലെ താരം ആരായിരുന്നു? ഈ ഒരു സീരീസിലെ താരം ആരായിരുന്നു? ദീപ്തി ശർമ്മ. പരമ്പരയിലെ താരം ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ദീപ്തി ശർമ്മ. ആരാണ്? ദീപ്തി ശർമ്മ. പരമ്പരയിലെ താരം ആരാണ് കുട്ടികളെ? ദീപ്തി ശർമ്മ. ഇന്ത്യയുടെ ദീപ്തി ശർമ്മയായിരുന്നു പരമ്പരയിലെ താരം. ഇനി ഏറ്റവും കൂടുതൽ റൺസ് ആരാ? ഏറ്റവും കൂടുതൽ റൺസ് ആരായിരുന്നു? ഏറ്റവും കൂടുതൽ റൺസ് ലോറ വോൾവാർഡ്. ആരാ കുട്ടികളെ? ലോറ വോൾവാർഡ്. ലോറ വോൾവാർഡ് ആയിരുന്നു ഏറ്റവും കൂടുതൽ റൺസ്. ലോറ വോൾവാർഡ് ഏത് രാജ്യമാ കുട്ടികളെ? ലോറ വോൾവാർഡ് ഏത് രാജ്യം? സൗത്ത് ആഫ്രിക്ക. കറക്റ്റ് ആണ്. സൗത്ത് ആഫ്രിക്കയുടെ ലോറ വോൾവാർഡ് ആയിരുന്നു ഏറ്റവും കൂടുതൽ റൺസ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് മാരിസൺ കാപ്പാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും 22 വിക്കറ്റ് നേടിയിട്ടുള്ള ആര് തന്നെയാണ് കുട്ടികളെ? ദീപ്തി ശർമ്മ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് 22 വിക്കറ്റ് നേടിയിട്ടുള്ള ദീപ്തി ശർമ്മ തന്നെയാണ്. ദീപ്തി ശർമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ്. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റും എന്താണ് കുട്ടികളെ? തെറ്റായിട്ട് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുമായിരിക്കും. ഇപ്പം ഓപ്ഷൻ സി ആണ് പ്രൊഫഷണൽ കീയിൽ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം കുട്ടികളെ, ശ്രദ്ധിച്ചു കേട്ടോണേ. 13ാമത്തെ എഡിഷൻ വനിതാ ലോകകപ്പിന്റെ 13ാമത്തെ എഡിഷൻ ആയിരുന്നു അത്. 13ാമത്തെ എഡിഷൻ ആയിരുന്നു. വേദിയായത് ഇന്ത്യയും ശ്രീലങ്കയുമാണ് വേദിയായത്. 8 രാജ്യങ്ങൾ പങ്കെടുത്തു, അല്ലെങ്കിൽ 8 ടീമുകൾ പങ്കെടുത്തു. ഇന്ത്യ കിരീടം നേടി. ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ കിരീടം നേടി. ഓക്കെ അല്ലേ? ഇനി ഇവിടെ പറയുന്ന ഈ പോയിന്റ്, ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. പുരുഷ ലോകകപ്പും ഏറ്റവും കൂടുതൽ നേടിയത് ഓസ്ട്രേലിയയാണ്. ദീപ്തി ശർമ്മ ടൂർണമെന്റിലെ താരം. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ലോറ വോൾവാർഡ്, സൗത്ത് ആഫ്രിക്ക. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് 22 വിക്കറ്റോടെ ദീപ്തി ശർമ്മയാണ്. കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോണം. ഒരിക്കൽ ചോദിച്ചൊന്നും പറഞ്ഞോണ്ട് ഇനി ചോദിക്കാതിരിക്കത്തില്ല. കേട്ടോ, നമ്മൾ ഈ +2 ലെവൽ എക്സാംസിനെല്ലാം സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ സ്ഥിരമാണ്. നിങ്ങൾ നോക്കിയാൽ മതി. ഒട്ടുമിക്ക എല്ലാ 2025 തുടക്കം മുതൽ എല്ലാ ഈ +2 ലെവൽ എക്സാംസിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ടൂർണമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള
സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് ടൂർണമെന്റ് എല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതൊക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ചറപറ നമുക്ക് ചെയ്തു പോവാൻ വളരെ. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്, പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-ന്, 50 ജനുവരി 26-ന്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ, ഈസി ക്വസ്റ്റ്യൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അതൊക്കെ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ ഭരണഘടനാ ദിനം പറഞ്ഞേ, ദേശീയ ഭരണഘടനാ ദിനം. ദേശീയ ഭരണഘടനാ ദിനം ഏതാ കുട്ടികളെ? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ നവംബർ 26. നവംബർ 26. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42-ാം ഭേദഗതി, മൗലിക കടമ. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ഏത് രാജ്യമെന്നാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായം, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ഇന്ത്യയാണ്. ഓക്കെ അല്ലെ? ഇന്ത്യയും നിങ്ങൾ ബ്രിട്ടനും പഠിച്ചോണം കേട്ടോ. ഇന്ത്യയും ബ്രിട്ടനും, ഈ രണ്ട് രാജ്യങ്ങളാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഏറ്റവും കൂടുതൽ പേരിട്ട രാജ്യങ്ങൾ. ഇന്ത്യ കേവല ഭൂരിപക്ഷം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് തന്നെ ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യ ബ്രിട്ടനിൽ നിന്നാണ് കേവല ഭൂരിപക്ഷം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. കേവല ഭൂരിപക്ഷത്തിന്റെ മറ്റൊരു പേരാണ് FPTP. FPTP, കേവല ഭൂരിപക്ഷത്തിന്റെ മറ്റൊരു പേരാണ് FPTP. എന്താ FPTP? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് എന്നതാണ് FPTP. FPTP. നമ്മുടെ രാജ്യത്ത് ലോകസഭാ ഇലക്ഷൻ, അതുപോലെ തന്നെ ലോകസഭാ ഇലക്ഷൻ, അതുപോലെ നിയമസഭാ ഇലക്ഷൻ, അതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ, ഇതെല്ലാം നടക്കുന്നത് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിലാണ്. ലോകസഭ, നിയമസഭ, പഞ്ചായത്ത് ഇലക്ഷൻ ഇതെല്ലാം നടക്കുന്നത് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിലാണ്. ഓക്കെ അല്ലേ? ഫ്രാൻസിൽ നിലനിൽക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യം, ഇസ്രയേലിൽ നിലനിൽക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യം, നെതർലാൻഡിൽ നിലനിൽക്കുന്നതും ആനുപാതിക പ്രാതിനിധ്യം. ഫ്രാൻസ്, ഇസ്രയേല്, നെതർലാൻഡ്, ഇവിടെ എല്ലാം നിലനിൽക്കുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ, ആനുപാതിക പ്രാതിനിധ്യം. ഓക്കെ അല്ലേ? ഈ ആനുപാതിക, വീണ്ടും പറയുകയാണ്, ആനുപാതിക പ്രാതിനിധ്യവും കേവല ഭൂരിപക്ഷവും ഞങ്ങൾ ക്ലാസ് ഇട്ടിട്ടുണ്ട് യൂട്യൂബില്. അത് അറിഞ്ഞാത്തവർ കണ്ടു നോക്കുക, അതിപ്പോ സ്ഥിരം ചോദിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് എന്നാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത്. അടുത്ത, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി, ഉപരാഷ്ട്രപതി ആയിക്കോട്ടെ, രാഷ്ട്രപതി ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, എല്ലാവർക്കും കാലാവധി 5 വർഷമാണ്. രാജ്യസഭ MP-ക്ക് മാത്രമാണ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പദവികളിൽ കാലാവധി 6 വർഷം വരുന്നത്. ബാക്കിയുള്ള പ്രധാനപ്പെട്ട എല്ലാ പദവികളിലും മുഖ്യമന്ത്രി, മന്ത്രിമാര്, കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഇവർക്കെല്ലാം, ലോകസഭാ മെമ്പേഴ്സ്, MLA-മാര്, ഇവർക്കെല്ലാം കാലാവധി 5 വർഷം. പഞ്ചായത്ത് അംഗങ്ങൾക്ക് കാലാവധി 5 വർഷം. 6 വർഷം കാലാവധി വരുന്നത് രാജ്യസഭാ അംഗങ്ങൾക്ക് മാത്രം 6 വർഷം കാലാവധി വരുന്നുണ്ട്. രാജ്യസഭാ അംഗങ്ങൾക്ക് മാത്രം 6 വർഷം കാലാവധി വരുന്നുണ്ട്. ഗവർണറുടെ സാധാരണ കാലാവധി എന്ന് ചോദിച്ചാൽ മാത്രമേ, ഗവർണറുടെ സാധാരണ കാലാവധി എന്ന് ചോദിച്ചാൽ മാത്രമേ 5 വർഷം വരത്തുള്ളൂ. അല്ലെങ്കിൽ ഗവർണർ പ്ലഷർ ഓഫ് പ്രസിഡന്റ് എന്ന് പറയും. രാഷ്ട്രപതിക്ക് താല്പര്യമുള്ളിടത്തോളം കാലം ഒരു വ്യക്തിക്ക് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി തുടരാൻ കഴിയും. പക്ഷെ സാധാരണ കാലയളവ് 5 വർഷമാണ്. പക്ഷെ ഗവർണറുടെ കാലാവധി, ഇങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തോണം, രാഷ്ട്രപതിക്ക് താല്പര്യമുള്ളിടത്തോളം കാലം ഒരു വ്യക്തിക്ക് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി തുടരാൻ കഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ സാധാരണ 5 വർഷമാണ് ഒരു വ്യക്തിക്ക് കൊടുക്കാറുള്ളത്. അതാണ് സാധാരണ കാലാവധി എന്ന വാക്ക് ഞാനിവിടെ ഉപയോഗിച്ചത്. അടുത്ത, പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന്റെ പിതാവ്. ഇതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള LGS ലെവൽ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന്റെ പിതാവ് ആരാ പിള്ളേരെ? ബൽബന്ത് റായ് മേത്ത അല്ലേ? ബൽബന്ത് റായ് മേത്ത.
പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബൽബന്ത് റായ് മേത്ത? യെസ് ഓർ നോ? പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബൽബന്ത് റായ് മേത്ത? യെസ് ഓർ നോ? അല്ല. പഞ്ചായത്ത് രാജ് എന്ന പദം, പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബൽബന്ത് റായ് മേത്തയാണെങ്കിൽ പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ അല്ലേ? കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് ബൽബന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. യെസ് ഓർ നോ? കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത്, കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അത് അശോക് മേത്ത കമ്മിറ്റി. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അത് അശോക് മേത്ത കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽബന്ത് റായ് മേത്തയാണ്. ശരിയോ തെറ്റോ? തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽബന്ത് റായ് മേത്തയാണ്. ശരിയോ തെറ്റോ? തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. ഓക്കെ, ഈ ചോദ്യങ്ങൾ മറക്കരുത്. പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബൽബന്ത് റായ് മേത്ത, പഞ്ചായത്ത് രാജ് എന്ന പദം ജവഹർലാൽ നെഹ്റു, കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശോക് മേത്ത, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് ലോർഡ് റിപ്പൺ. ഓക്കെ, വീണ്ടും കയറി വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നാണ്? 27. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്. ആരാ കുട്ടികളെ? സൂര്യകാന്ത് ആണ് അല്ലെ? സൂര്യകാന്ത് ആണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ആരാ കുട്ടികളെ? സൂര്യകാന്ത് ആണ്. ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. സൂര്യകാന്ത്. അദ്ദേഹം എത്രാമത്തെ ആളാണ്? അദ്ദേഹം എത്രാമത്തെ ആളാണ്? പറഞ്ഞേ, അദ്ദേഹം എത്രാമത്തെ ആളാണ്? അദ്ദേഹം 53-ാമത്തെ ആളാണ്. അദ്ദേഹം 53-ാമത്തെ ആളാണ്. ഓക്കെ, അവിടെ വിളിച്ച. ഓക്കെ, അടുത്ത. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ്? ഒന്ന് ചെയ്യാവോ? ഒന്ന് അറ്റൻഡ് ചെയ്തേ. കഴിഞ്ഞ എക്സാമിന്റെ അന്ന് മഴയാണ്, നേരത്തെ വിട്ടില്ല. എൻ്റെ ഒരു പേപ്പർ കൊടുക്കാറുണ്ട്, അത് കിരണ്ടോ പറഞ്ഞാൽ മതി. എനിക്കൊന്ന് ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് അല്ലെങ്കിൽ അവിടെ ചോദിച്ചു നോക്കിയ അന്ന് ആൻസർ നോക്കിയില്ല, കണ്ടില്ലായിരുന്നല്ലോ ഒന്ന്. നോക്കിയോ. പാർലമെന്റ്, നിയമസഭാ അംഗങ്ങൾ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുക്കുന്നു. ശരിയല്ലേ? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പാർലമെന്റ് അംഗങ്ങളെ, നിയമസഭാ അംഗങ്ങളെ, രാഷ്ട്രപതിയെ, ഉപരാഷ്ട്രപതിയെ എല്ലാവരെയും തെരഞ്ഞെടുക്കുന്നത് അവരാണ്. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. അതും ശരിയാണ്. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുക. അതും ശരിയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതും ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. ഇത് PSC സ്ഥിരം ഇടുന്ന പാറ്റേൺ തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. അപ്പൊ 4-ാമത്തെ പോയിന്റ് തെറ്റാണെന്ന് അറിയാമെങ്കിൽ തന്നെ ഉത്തരവെടുക്കാം. A നമുക്ക് വെട്ടാം, B നമുക്ക് വെട്ടാം, Dയും വെട്ടാം. കാരണം 4-ാമത്തെ ശരി എന്നുള്ള പോയിന്റ് ഇവിടെ കിടപ്പുണ്ട്. 4-ാമത്തെ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. 4-ാമത്തെ തെറ്റാണെന്ന് അറിയാമെങ്കിൽ ഉത്തരമായി ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2 ആൻഡ് 3 മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതും ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഒന്ന് അറ്റൻഡ് ചെയ്തേടാ. ഇന്ത്യയിൽ ആരംഭിച്ച 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദ്യം.
1951 ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. അത് നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിൽ സജീവ പങ്ക് വഹിച്ചത് ഡോക്ടർ KN രാജ് എന്ന മലയാളിയായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രവർത്തിച്ച മലയാളി, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ആര് തന്നെയാണ് ആൻസർ? KN രാജ് തന്നെയാണ് ആൻസർ. ഓക്കെ. ഫക്രാനങ്കൽ അണക്കെട്ട്, ഹിരാക്കുട്ട് അണക്കെട്ട് തുടങ്ങിയ വൻകിട പദ്ധതികൾക്കായി ഭീമമായ തുക വകയിരുത്തി. നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കൃഷി, ജലസേചനം തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെ? കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, ഓക്കെ അല്ലേ? ഗതാഗതം, ഇതൊക്കെ തന്നെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കൃഷി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചു എന്നുള്ളത് ശരിയാണ് കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. ഇതിൽ പലർക്കും ഡൗട്ട് വന്നു കാണും. കാരണം 1, 2, 3 നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അടിസ്ഥാന ലക്ഷ്യം എന്നൊരു പോയിന്റ് വരുമ്പോൾ പ്രധാന ലക്ഷ്യം കൃഷിയല്ലേ? അടിസ്ഥാന ലക്ഷ്യം അതാണോ? നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ എല്ലാ പഞ്ചവത്സര പദ്ധതികളുടെയും അടിസ്ഥാന ലക്ഷ്യമായിട്ട് ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നൊരു കാര്യമുണ്ട്. മനസ്സിലായ? അടിസ്ഥാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കണം എന്നൊരു കാര്യമുണ്ട്. ഓക്കെ അല്ലേ? പക്ഷെ ഇത് ചലഞ്ച് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. കൺഫ്യൂഷൻ വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂഷൻ വരാം. ഓക്കെ. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ വരുമാനം, നമ്മൾ എല്ലാ വർഷവും നമ്മളെ ദേശീയ പുരോഗതി അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, സാമ്പത്തിക വളർച്ച അടിസ്ഥാന ലക്ഷ്യമാണ്. അപ്പൊ അതിനുവേണ്ടി ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ പെടുന്നത് തന്നെയാണ്. സോ അതുകൊണ്ട് ഇവിടെ ഈ 4 ആൻസർ ആയിട്ട് വരാം. എല്ലാം ശരിയാണ്. മനസ്സിലായ? ഓക്കെ. നമുക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാകണമെങ്കിൽ ദേശീയ വരുമാനം വർദ്ധിക്കണം. സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യമാണ്. ആ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ പോവും. ഓക്കെ. പക്ഷെ നല്ല രീതിയിൽ കൺഫ്യൂഷൻ വന്ന ക്വസ്റ്റ്യൻ ആണ് പല കുട്ടികൾക്കും കേട്ടോ. 3, അതായത് 1, 2, 3 മാത്രം ശരിയെന്ന് എഴുതണോ, എല്ലാം ശരിയെന്ന് എഴുതണോ എന്ന് ഡൗട്ട് വരും കേട്ടോ. അടിസ്ഥാന ലക്ഷ്യം സാമ്പത്തിക വളർച്ച ഉണ്ടാകണമെങ്കിൽ ദേശീയ വരുമാനം വർദ്ധിക്കണം. ഓക്കെ അല്ലേ? ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദ്യം. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രി. കേരളത്തിലെ വേമ്പനാട് കോൾ, തണ്ണീർത്തടം, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട കായൽ എന്നീ 3 പ്രദേശങ്ങൾ 2002 റംസാർ സൈറ്റുകളായി പ്രഖ്യാപിച്ചു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 ഒന്ന് ഉത്തരം കമന്റ് ചെയ്തേ. നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്തേ. ഞാനിത് പല റിവിഷനുകളിലും മറ്റും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയാണ്, പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. പക്ഷെ നിലവിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ മുമ്പ് നമ്മളെ പ്രീവിയസ് റിവിഷനിലൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടികളെ. പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. പക്ഷെ നിലവിൽ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിയും ഒരാളായതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് എടുക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഇതേ സെയിം പോയിന്റ്, സെയിം ക്വസ്റ്റ്യൻ നമുക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? PSC ആൻസർ സംസ്ഥാന മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട്. കൺഫ്യൂഷൻ വന്നാലും ഇതിൽ മനസ്സിലാക്കുക, പരിസ്ഥിതി മന്ത്രിയും മുഖ്യമന്ത്രിയും ഒരാളാണെന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? ശരി. സാധാരണ ഒരാളാണ് കേട്ടോ, ഒരാളാണ് ആ ഒരു പദവിയിൽ വരുന്നത്. മുഖ്യമന്ത്രി ആവുന്ന ആള് തന്നെയാണ് പരിസ്ഥിതി വകുപ്പും കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അടുത്ത്, കേരളത്തിലെ വേമ്പനാട് കോള്, അഷ്ടമുടിക്കായൽ, എടാ നിങ്ങൾ എന്തുവാടേ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജോഗ്രഫിയുടെ PYQ റിവിഷൻ എടുത്തിട്ട് അതില് എത്രയോ ക്വസ്റ്റ്യൻസ്, 2 or 3 ക്വസ്റ്റ്യൻസ് മുഖ്യമന്ത്രി പരിസ്ഥിതി തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി എന്നുള്ള ആൻസർ PSC എടുത്തിട്ടുള്ളത് നോക്കണം നിങ്ങൾ.
അവരുദ്ദേശിക്കുന്നത് നിലവിലെന്ന വാക്കില്ല. മനസ്സിലായ? നിലവിലെന്ന വാക്കില്ല, ശരിയാണ്. ഞാൻ അത് പഠിപ്പിച്ച് തന്നിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, എപ്പോഴും അതുപോലെ ആയിരിക്കുമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത്, സാധാരണ ഒരേ വകുപ്പ് ഒരാൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത തവണ പുതിയ മന്ത്രിസഭ വരുമ്പോൾ മാറുമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ ആണ്. ഇവിടെ അവർ പറയും എപ്പോഴും ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടില്ല. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ആയിരിക്കില്ലല്ലോ, അത് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയിലെ വരത്തുള്ളൂ. മുഖ്യമന്ത്രി ആണെന്നേ പറയുന്നുള്ളൂ. അത് ഈ നിലവിലെ സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ വേമ്പനാട് കോള്, തണ്ണീർത്തടം, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ എന്നീ 3 പ്രദേശങ്ങൾ 2002 റംസാർ സൈറ്റുകളായി പ്രഖ്യാപിച്ചു. അത് ശരിയാണ്. കേരളത്തിലെ വേമ്പനാടും അഷ്ടമുടിക്കായലും ശാസ്താംകോട്ടയും എല്ലാം 2002 റംസാർ സൈറ്റുകളായി പ്രഖ്യാപിച്ചത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. ഓക്കെ, ഓഗസ്റ്റ് 11 ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ എല്ലാം ശരി എന്നതാണ് വന്നിരിക്കുന്നത്. എല്ലാം ശരി എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് വേണമെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാലും അത് ഡിലീഷൻ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ചലഞ്ച് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യം സംസ്ഥാന മുഖ്യമന്ത്രിയല്ല, പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. പക്ഷെ ആ ഒരു ആൻസർ മുമ്പ് എടുത്തിട്ടുണ്ട് PSC പലതവണ. 2025 തന്നെ 2ഓ 3ഓ തവണ ഇതേ സെയിം ചോദ്യം ചോദിച്ചു PSC എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസർ മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള കാരണം മുഖ്യമന്ത്രിയും പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും ഒരാളായത് കൊണ്ടാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ശരി, ഓക്കെ, ശരി. അപ്പൊ നമുക്കിനി 20 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.